ഈ ഇറാൻ ഇപ്പോൾ കൈവിട്ട കളിയാണ്. ഇന്ത്യയുടെ കപ്പലുകൾ വരെ ആക്രമിച്ചിരിക്കുകയാണ്. ഇത് വീണ്ടും വലിയൊരു ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമോ? തോന്നുന്നില്ല. ഇപ്പോൾ ഇന്ത്യയുടെ കപ്പലെല്ലാം ആക്രമിച്ചത് അമേരിക്കനൊന്നും പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പേടിപ്പെടുത്താനല്ല, ഞങ്ങൾ പിന്നോട്ടില്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇറാൻ അമേരിക്കൻ്റെ മുന്നിൽ 2 ആഴ്ച പിടിച്ചേക്കാൻ പറ്റില്ല. പക്ഷെ അമേരിക്ക ഫുൾ ഫ്ലഡ്ജിന് വാറിന് പോകണം. അമേരിക്ക ഫുൾ ഫ്ലഡ്ജ് വാറിന് പോയിട്ടില്ല അവിടെ. അത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള അറ്റാക്കുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ അവിടെ ജനങ്ങളെ കൂടെ നിർത്താനാണ് അമേരിക്ക ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. പിന്നെ കുട്ടികളുടെ സ്കൂളിൽ ബോംബിട്ടത് മാത്രമാണ്, അങ്ങനെയുള്ള ചില സംഭവങ്ങളാണ്. അത് എന്തുകൊണ്ട് എനിക്കിപ്പോഴും മനസ്സിലായില്ല. അത് ചിലപ്പോൾ ഈ കോൺസ്പിറസി തിയറിക്കാർ പറയുന്ന പോലെ ഈ സാത്താൻ സേവേൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ ബലി കൊടുക്കുന്നൊരു പരിപാടിയാണ്. പിള്ളേരെ ജൂതന്മാരുടെ കബാല എന്ന് പറഞ്ഞുള്ള കൂടോത്തം നിങ്ങളൊക്കെ പഠിക്കണം. നിങ്ങളാട് മൊത്തം കൂടോത്തുന്ന സ്ഥലമാണല്ലോ പത്തനംതിട്ട അല്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മാജിക് ഏറ്റവും ശക്തമായിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നരബലി നടന്നത് എവിടെയാണ്? അതല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മാജിക് ശക്തമായിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ തൃശ്ശൂരിന് തെക്ക്, തിരുവനന്തപുരത്തിൻ്റെ കായക്കൂട്ടത്തിൻ്റെ വടക്കോട്ടുള്ള മേഖലയിൽ അതിശക്തമായ ബ്ലാക്ക് മാജിക്കിൻ്റെ ട്രഡീഷനാണ്. അത് ബുദ്ധിസ്റ്റ് ചൈനീസ് സാധനങ്ങളായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പം ഓട്ടെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അപ്പോൾ അതിൻ്റെ ഭാഗമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എനിക്കത് ലോജിക്കലി ഇസ്രായേൽ എന്ന് വെച്ചാൽ ഈ ഇറാനിലെ ജനങ്ങളെ കൂടെ നിൽക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഇറാനിലെ ജനങ്ങളെ കൂടെ നിർത്താൻ അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതിൽ എന്തിനാണ് കുട്ടികളെ സ്കൂളിൽ പോയി ബോംബ് വെച്ചതെന്ന് വെച്ചാൽ അതിന് അങ്ങനെ വല്ല കാരണങ്ങളും ഉണ്ടാവും. അപ്പം ഫുൾ ഫ്ലെഡ്ജ് വാറിന് അമേരിക്ക റെഡിയായി കഴിഞ്ഞാൽ പിന്നെ കൊളാട്രൽ ഡാമേജ് ആണ്. വൻതോതിൽ ജനങ്ങളൊക്കെ കൊല ചെയ്യപ്പെടും. അതവർ ചെയ്യുന്നില്ല, അത് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അങ്ങനെയാണ് ഇറാൻ പിടിച്ചിരിക്കുക. അപ്പോൾ ഇറാൻ ഭരണകൂടത്തെ ദുർബലമാക്കി അവരുടെ ആവശ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ളത്. ഞാൻ ആദ്യം വിചാരിച്ച അവിടെ ഈ പറയുന്നത് പോലെ ഇറാഖ് ഗവൺമെൻറ്റിനെ ദുർബലമാക്കി, ഇറാൻ ഗവൺമെൻറ്റിനെ ദുർബലമാക്കിയാൽ ജനങ്ങൾ കൂടുതൽ രംഗത്തിറങ്ങും. പക്ഷേ ജനങ്ങളിപ്പോൾ പ്രതിഷേധമായിട്ട് രംഗത്ത് വരുന്നില്ല. എങ്കിലും മാത്രമേ ഭരണമാറ്റം ഉണ്ടാവുള്ളൂ അവിടെ. റെജീം ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഇസ്രായേലിൻ്റെ ഉദ്ദേശമാണ് അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം. 2 അമേരിക്കൻ ഡോളറിൽ അവർ എന്ത് ചെയ്യണം, എണ്ണ കച്ചവടം നടത്തും. അതാണ് അമേരിക്കയുടെ ആവശ്യം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വായിച്ചാൽ അത്രയേ ഉള്ളൂ. അവർ നാളെ ചർച്ചയിൽ മുന്നോട്ട് വെച്ചതാണ് അമേരിക്കൻ ഡോളറിന് മാത്രം എന്ത് ചെയ്യുക, എണ്ണ കച്ചവടം ചെയ്യുക. അതിന് കാരണം വെച്ചാൽ അമേരിക്കയുടെ ഇക്കോണമി ബേസ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ കറൻസിയുടെ ആക്സെപ്റ്റൻസ് ആണ്. ഇപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ അടുത്ത കാലത്ത് ഈ സൗദി അറേബ്യ ആണല്ലോ ഓയിൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന രാജ്യം. അപ്പോൾ മുഹമ്മദ് ബിൻ അവർ പെട്രോൾ ഡോളറിലാണ്, അമേരിക്കൻ ഡോളറിലാണ് ഓയിൽ കച്ചവടം നടത്തുന്നത്. മുഹമ്മദ് ബിൻ സൽമാൻ തീരുമാനിച്ചു ഇനി അത് പെട്രോൾ ഡോളറിൽ മാത്രമാവണ്ട, ഏത് കറൻസി ഉപയോഗിക്കാം മൂല്യവത്തായ. അപ്പോൾ അത് അമേരിക്കയ്ക്ക് വലിയൊരു പ്രശ്നമായി. അമേരിക്കയുടെ ഇക്കോണമി എന്ന് വെച്ചാൽ 100% കൂടെ കടത്തിലോടുന്ന ഇക്കോണമിയാണ്. അപ്പോൾ 60 ട്രില്യൺ മറ്റാണെന്ന് തോന്നുന്നു. ഈ 60 ട്രില്യൺ കൂടുതലാണ് കടം. ഇന്ത്യനെക്കാളും കൂടുതൽ കടം ഉണ്ട് അവർക്ക്, GDP വെച്ച് നോക്കും, പെർസെൻറ്റേജ് വെച്ച് നോക്കും. പക്ഷേ അവരുടെ ക്രെഡിറ്റ് റേറ്റ് വളരെ ഉയർന്നതാണ്, AAA+ ആണ്. അത് ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആണ്. നമ്മളതൊക്കെ B+ലൊക്കെ ഉള്ളൂ. അപ്പോൾ അതിന് കാരണം വെച്ചാൽ അമേരിക്കൻ ഇക്കോണമിയുടെ ഒരു പവറാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോളറിൻ്റെ ഇമ്പോർട്ടൻസ് ആയി ഇക്കോണമി തരും, അമേരിക്ക തരും, സൈനികമായിട്ടല്ല സാമ്പത്തികമായിട്ട് തരും. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് അപ്പം അമേരിക്കയുടെ അണ്ടറിലുണ്ടായ പല രാജ്യങ്ങളും മുഹമ്മദ് ബിൻ സൽമാൻ അടക്കം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇറാനെ കൂട്ടി പിടിച്ചുകൊണ്ട് ഇറാനിലെ കച്ചവടം, എണ്ണ കച്ചവടം പെട്രോൾ ഡോളറിലാക്കുക എന്നുള്ളതാണ് മെയിൻ അജണ്ട. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉക്രൈനിൽ ഈ റഷ്യ നടത്തുന്ന പോലെയുള്ള ലിമിറ്റഡ് വാറാണ് നടത്തുന്നത്. റഷ്യക്ക് വേണേൽ ഉക്രൈൻ ഒരു രാത്രി കൊണ്ട് തീർക്കാം, ലോകം തന്നെ തീർക്കാൻ ശേഷിയുള്ള രാജ്യമാണ് റഷ്യ. പക്ഷെ ചെയ്യാത്തത് അവരുടെ ലിമിറ്റഡ് ആണ് അവരുടെ ആവശ്യം. അവർക്ക് ക്രീമിയ അവരുടെ അണ്ടറിൽ തന്നെ കിട്ടണം. പിന്നെ റഷ്യൻ അടുത്തുള്ള ചില പ്രൊവിൻസിൽ അവർക്ക് ഓട്ടോണമി വേണം, അവർക്ക് അവരുടെ അണ്ടറിൽ വരണം. പിന്നെ ഇവർ നാറ്റോ ചെയ്യില്ല, ഇത്ര ആവശ്യം അവർക്കുള്ളൂ. അല്ലെ ഉക്രൈൻ പിടിച്ചെടുക്കണമെന്ന് റഷ്യക്കില്ല. അതുകൊണ്ടാണ് ഈ യുദ്ധം അങ്ങനെ നീണ്ടു പോകുന്നത്. അമേരിക്കയ്ക്ക് ഈ പറയുന്ന പോലെ 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന യുദ്ധം അല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് അങ്ങനെ ഒരു വലിയ ഡാമേജ് ജനങ്ങൾക്ക് ഉണ്ടാക്കണം എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഇസ്രായേലിന് വേണ്ടി കുറച്ച് ബലിയൊക്കെ കൊടുക്കുന്നല്ലാതെ, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യനെ ആക്രമിച്ച് വെച്ചാൽ അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ്, ഇന്ത്യ അവിടെ ഇല്ല ഇവിടെ ഇല്ലാതെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും, ഇറാനെയും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇന്ത്യ നമ്മളെ ഒരു ക്ലോസ് അലൈ അല്ല ഇന്ത്യ എന്നാണ് അവർ ചിന്തിക്കുക. അവർക്ക് അവരുടെ ദേശീയ താല്പര്യമല്ലേ. പക്ഷേ ഇന്ത്യയുടെ കച്ചവടം നടക്കുന്നുണ്ട്. അപ്പം ഇന്ത്യനെ കൊണ്ടുകൂടി അമേരിക്കയിൽ സമ്മതം ചെലുത്തി, അല്ലെങ്കിൽ ഇസ്രായേൽ സമ്മതം ചെലുത്തി യുദ്ധം നോക്കാൻ. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. നമ്മൾ അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് കൂടെ വേണം നോക്കാൻ. നമ്മളെ നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ പുറത്താണ്. ഒരേ സമയം ഇസ്രായേൽ ഇറാനായിട്ട് നമ്മൾ നല്ല ബന്ധമാണ്. പക്ഷെ അവരും മണ്ടന്മാരല്ല. നിങ്ങളങ്ങനെ എല്ലാവരും വെച്ച് കളിക്കുന്നത്. ഒരേ സമയം ഉക്രൈനും റഷ്യയായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഒരേ സമയം അമേരിക്കയും റഷ്യയായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. ഇവരൊന്നും മണ്ടന്മാരല്ലല്ലോ. നമ്മുടെ ദേശീയ താല്പര്യത്തെ പുറത്താണ് നമ്മളങ്ങനെ തീരുമാനം എടുക്കുന്നത്. പക്ഷെ അവർക്ക് അവരുടെ ദേശീയ താല്പര്യം ഉണ്ടാവുമല്ലോ.
പക്ഷേ ആദ്യ സമയത്ത് ഇന്ത്യൻ കപ്പലുകൾക്ക് ഇത്തരത്തിലുള്ള ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. കാരണം അവര് ഒന്ന് നമ്മളായിട്ട് നല്ല ബന്ധം, അവർക്ക് പ്രധാനമായിട്ട് ഓയിൽ മേടിക്കുന്ന ഈ സാങ്ഷൻസ് ഉണ്ടായ ഒരു രാജ്യം നമ്മളാണ്. പക്ഷെ യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? യുദ്ധത്തിലും പ്രണയത്തിലും എന്തും ആകാന്നാണല്ലോ. കൂടുതൽ ഹാർഷായിട്ടുള്ള നടപടികളിലേക്കും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇന്ത്യനെ കൊണ്ട് കൂടി ഇസ്രായേലിനെ വേണം സമ്മതം ചെലുത്തുക. അത് ഇന്ത്യയിൽ ഇവിടെ ഈ ഓയിൽ ഈ ഗ്യാസ് വന്നിട്ടില്ലെങ്കിൽ ക്രൈസിസ് വരും. ക്രൈസിസ് വരുമ്പോൾ മോഡി ഗവൺമെന്റ് സമ്മതത്തിലോ. അപ്പോൾ മോഡിക്കും പിണറായിക്കുന്ന ആളുകൾ എതിരല്ലാത്ത എന്തുകൊണ്ടാണ്? കാര്യം നടന്നു പോകുന്നുണ്ട്. ശമ്പളം മുടങ്ങുക അല്ലെങ്കിൽ ഗ്യാസ് ഇല്ലാതിരിക്കുക ആളുകൾ എതിരാവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരാൻ ആരാഗ്രഹിക്കുക? മോഡി ആഗ്രഹിക്കില്ലെന്ന് അവർക്കറിയാം. അപ്പം എന്ത് ചെയ്യും? ഇസ്രായേലും ഇന്ത്യയും ഭയങ്കര ബന്ധമാണ്. അത് എളുപ്പം പൊട്ടിപ്പോകുന്നൊരു ബന്ധമല്ല അത്. അപ്പോൾ ഇസ്രായേലും മേലും സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യയെ ഒന്ന് പേടിപ്പിക്കുക. അതാണ് കാര്യം. അവരെ സംബന്ധിച്ച് ചെയ്താൽ അവർ നശിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നും അവർ നഷ്ടപ്പെടാനില്ല, മേൽക്കീയിൽ നോക്കാനില്ല. അപ്പോൾ ഇത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കപ്പൽ ആക്രമിച്ച് നോക്കുമ്പോൾ ആ രാജ്യത്തിന് അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ അമേരിക്ക തീരുവ ഉയർത്തി എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ നാഷണൽ ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ റഷ്യയായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ അവർക്ക് പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിച്ച് നമുക്ക് ഒരുപാട് കാലം നിൽക്കാൻ പറ്റില്ല. ചില സമയത്ത് നമ്മൾ ചില വശങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഇത്തരം സമ്മർദ്ദങ്ങൾ നമ്മളെ മേലിൽ വരും. പക്ഷെ നമ്മളെപ്പോയി ശ്രമിക്കുന്നത് വെച്ചാൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മളെ കാര്യം നടത്തിക്കൊണ്ടുവന്ന ലൈനാണ് നമ്മൾ പൊതുവെ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത്. മോഡി ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ അങ്ങനെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്ത്യ ഇനി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇറാൻ്റെ. ഇന്ത്യക്ക് ഒരു പരിധി കൂടുതൽ ഓപ്പൺ ആയിട്ട് ഇനി കൂടുതൽ നിലപാടൊന്നും എടുക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പോകാൻ പറ്റില്ല. അത് നമ്മൾ ആരെയും പണക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ പേര് നമ്മളെ സമ്മർദ്ദം വരും. കാരണം ഇന്ത്യയിലും മോഡി ഗവൺമെൻറ് നിലനിൽക്കേണ്ട ഇസ്രായേലിൻ്റെ കൂടി ആവശ്യമാണ്. ഇസ്രായേലായിട്ടുള്ള ബന്ധം ഏറ്റവും ഊഷ്മളമായത് മോഡിയുടെ അണ്ടറിലാണ്. അപ്പോൾ അതായിരിക്കും അവരോട് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അവരുദ്ദേശിക്കേണ്ടത് അതാണ്. അപ്പം ഇന്ത്യൻ കപ്പലുകൾ, ഇന്ത്യയിലൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, ഒരു ഓയിൽ ഗ്യാസ് പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ജനങ്ങളെതിരാവും. ഒരു സംശയവുമില്ല. നിങ്ങൾ ശമ്പളം കിട്ടുന്ന ആളുടെ നിങ്ങളുടെ മുതലാളിയുടെ കൂടെ ഉണ്ടാവും. പിന്നെ ഒരാഴ്ച പട്ടിണി കിടന്ന് നിങ്ങൾ മുതലാളിയുടെ കൂടെ കഴിഞ്ഞിരിക്കും. ഒന്നരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൂടെ ഉണ്ടാവില്ല. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് മോഡി ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നാൽ ജനങ്ങളെതിരാവും. ഇപ്പം തന്നെ കാറ്ററിംഗ് സെൻ്ററുകൾ അടച്ചുപൂട്ടുന്നു. ഗ്യാസ് ഇല്ലാത്തതിൻ്റെ പ്രോബ്ലം ഉണ്ട്. വീടുകളൊന്നും ബാധിച്ചില്ല. വീടുകൾ വായിക്കാനാണെങ്കിൽ ജനങ്ങളെതിരാവും. പിന്നെ അവിടെ ലോജിക്കൊന്നുമില്ല. അതാണ് അവരുദ്ദേശിച്ചത്. അപ്പോൾ അതാണ് ചോദിച്ചത്, ഏത് തരത്തിൽ ഇന്ത്യക്ക് ഇന്ത്യ ഇസ്രായേലിനെ വേണ്ടി സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യുദ്ധം തീർക്കാനുള്ളത് അതാണ് അവരുദ്ദേശിച്ചത്. അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇസ്രായേൽ കേൾക്കണമെന്നില്ല. പക്ഷേ ഇസ്രായേലിനോട് മോഡി ഗവൺമെൻറ് നിലനിൽക്കണമെന്നുണ്ട്. അതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇതിനിടയ്ക്ക് ഒരു രാജ്യം വളരെയധികം പ്രോമിനൻസിലേക്ക് വന്നിട്ടുണ്ട്. അത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനാണ് ചർച്ച നടത്തുന്നത്. അവരാണ് മധ്യസ്ഥത. അവർ പ്രോമിനൻസിലേക്ക് വന്നു. അത് നമുക്ക് നെഗറ്റീവ്. അവരുടെ മധ്യസ്ഥതയിൽ ആർക്കും വിശ്വാസമുണ്ടോ? അല്ലല്ല, അത് അമേരിക്കയുടെ ക്ലോസ് അലയാണ്. ഇറാനുമായിട്ട് അവർ ഇടയ്ക്ക് അങ്ങോട്ടും കൊണ്ട് മിസൈലൊക്കെ വിട്ടിരുന്നെങ്കിൽ പോലും മുസ്ലിം രാജ്യം എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇതൊക്കെ അമേരിക്ക പ്ലാൻ ചെയ്യുന്നതാണ്, പാകിസ്ഥാൻ്റെ പ്രോമിനൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. പാകിസ്ഥാനല്ലേ എവിടെയും ചർച്ച നടത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ഇഷ്ടംപോലെ ഫണ്ട് അവർ കൊടുക്കും. അത് വേറെ ലൈനാണ്. ഇന്ത്യയെ ഒന്ന് ഞെരിക്കാനുള്ള പരിപാടിയാണ്. ഇന്ത്യ മാത്രമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ നമ്മുടെ കപ്പലുകൾക്ക് മേൽ ഇറാൻ്റെ ഒരു ആക്രമണം പാകിസ്ഥാൻ്റെ സമ്മർദ്ദം. പാകിസ്ഥാനായിരിക്കും. പാകിസ്ഥാൻ ISI ആയിരിക്കും അതിൻ്റെ ബുദ്ധി ഒന്നോടെ കൊടുക്കാൻ പോകും. മോഡി നെതന്യാഹുവിനെ വിളിക്കും എന്ന് തോന്നിട്ടുണ്ടോ? അപ്പോൾ പാകിസ്ഥാൻ്റെ സമ്മർദ്ദത്തിലാണ് ഇത് ഇറാൻ ചെയ്തിരിക്കുന്നത്. ആയിരിക്കും. ഞാനീ പറഞ്ഞാണ് ഇതിൻ്റെ ലോജിക്ക്. വളരെ സിമ്പിൾ ലോജിക്. ഞങ്ങൾ ഒരുപാടൊന്നും ആലോചിക്കണ്ട. സിമ്പിൾ ലോജിക്കാണ്. നമ്മുടെ രാജ്യത്തിനെ സമ്മർദ്ദത്തിലാക്കുക, ഓയിൽ ക്രൈസിസ് ഉണ്ടാക്കുക, ഗ്യാസ് ക്രൈസിസ് ഉണ്ടാക്കുക, ജനങ്ങൾ മോഡിക്ക് എതിരാവുന്നുള്ള ഫീൽ ഉണ്ടാക്കുക, മോഡിനെ കൊണ്ട് നെതന്യാഹുവിനെ ഒളിപ്പിക്കുക. അല്ലെങ്കിൽ അവർ നമ്മളായിട്ട് ബന്ധം മോശമാക്കുക, ഇന്ത്യനെ ക്രൈസിസിലാക്കുക, മോഡി റജീവിനെ മാറ്റുക എന്നുള്ള പാകിസ്ഥാൻ ഇപ്പം അത്യന്താപേക്ഷിതമാണ്. പാകിസ്ഥാൻ ഇതുവരെ ആരും ഇത്രയും തലവേദന ഉണ്ടാക്കില്ല, ഇന്ദിരാഗാന്ധി അല്ലാതെ. അപ്പോൾ മോഡീനെ മാറ്റുക എന്നുള്ള പാകിസ്ഥാൻ്റെ ആവശ്യമാണ്. അതിനെന്തൊക്കെ തന്ത്രം ഉപയോഗിക്കുക അവർ ഉപയോഗിക്കും. ഇറാനെ സംബന്ധിച്ചാൽ അവിടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇസ്രായേലുമായിട്ട് അല്ലേ കൂടുതൽ അടുത്ത് നിന്നുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴിയിലേക്ക് പോകണം. അതാണ് അവർ ആവശ്യപ്പെടുന്നത്. അല്ലെ പാകിസ്ഥാൻ എന്ത് ചെയ്യണം? നമ്മളതൊന്നും ചെയ്യാതിരുന്നിട്ട് നമ്മൾ ഇറാൻ നമ്മുടെ ബന്ധം വഷളായി നാട്ടുകാർ മോഡിക്കെതിരാണ്. അമേരിക്ക അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇസ്രായേൽ ഇത് വെച്ചത് ഇറാനാണെങ്കിൽ ഈ അടി ഇന്ത്യക്കുള്ളത് അടിയാണ്. അങ്ങനെ കാരണമായിട്ടാണ്. പിന്നെ ഇസ്രായേൽ പിന്നെ ജൂതന്മാരാണ്. ഇപ്പം ഇന്ത്യ ബാഹ്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അവരുടെ താല്പര്യമുണ്ട്. ഇവന്മാരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ലോകത്താപ്പാടെ വിശ്വസിക്കാൻ കൊള്ളുന്നത് രണ്ട് വിഭാഗങ്ങളെ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളൂ. ഹിന്ദുക്കളെ വിശ്വസിക്കാം, മുസ്ലിങ്ങളെ ഒരു പരിധിവരെ മുസ്ലിങ്ങൾ വിശ്വസിക്കാം. ഈ കൂടെ നീ അതിക്കില്ല. പക്ഷെ പാകിസ്ഥാൻകാരികൾ നോക്കണ്ട. പാകിസ്ഥാൻകാർ ബേസിക്കലി
ഈ സാമ്രാജ്യത്തെ അവരുടെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു സാധനമാണ്. ഞാൻ പലപ്പോഴും വന്നത് മലബാറിൽ ഏതെങ്കിലും മുസ്ലിംസ് കച്ചവടത്തിൽ ആരെങ്കിലും പറ്റിച്ച് നിങ്ങൾ കേൾക്കില്ല, പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ചിലപ്പം കേട്ടുന്നു. നേരത്തെ എന്നോട് ഒരാൾ വന്നിങ്ങനെ ഒരു കോഴിക്കോട്ടുകാരനെ ഒരു തൃശ്ശൂർ ഒരു അച്ഛനെ പറ്റിച്ചിരുന്നു. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ അയാൾ കോഴിക്കോട്ടുകാരനല്ല, അയാൾ കേരളത്തിൻ്റെ വേറെ ഒരു ജില്ലയിൽ നിന്ന്, ഏതില്ലാന്ന് ഞാൻ പറയുന്നില്ല, സൗത്തിലുള്ളൊരു ജില്ലയിൽ നിന്ന് ബാപ്പാക്ക് മറ്റേ ജോലി അവിടെ ഉണ്ടായിട്ട് കോഴിക്കോട് സെറ്റിൽ ചെയ്ത ആൾ. മലബാർ മുസ്ലിംസ് പൊതുവെ പറ്റിക്കില്ല. ഈ മലബാർ മുസ്ലിംസിൻ്റെ സ്വഭാവമാണ് അറബികൾ. അത് അറബികൾ പറഞ്ഞത് കൂടെ നിന്നാൽ കൂടെ നിന്ന് തന്നെയാണ്, പക്ഷെ തെറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ ഹിന്ദുക്കളും അങ്ങനെ പൊതുവെ അങ്ങനെ പറ്റിച്ച് ഞാൻ കേട്ടിട്ടില്ല. പൊതുവെ ഇല്ലാന്നല്ല, എങ്കിൽ പോലും പൊതുവെ അങ്ങനെ പറ്റി വിശ്വസിക്കുക എന്നുള്ള വലിയ ഘടകമാണ്. ഈ മറ്റുള്ളവരെ സംബന്ധിച്ചിട്ട് ഈ സാമ്രാജ്യ ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവരാരെ ഒറ്റ കൊടുക്കും. ജൂദാസിൻ്റെ കഥ തന്നെ സ്വന്തം ശിഷ്യനാണ് ഒറ്റ കൊടുത്തത്. ജൂദാസ് ഒരു ജൂതനായിരുന്നു, ജീസസും ജൂതനായിരുന്നു. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഇതിലുണ്ട്. ഇൻ്റർനാഷണലി വലിയൊരു പ്രോബ്ലമാണ് ധാർമ്മികത ഇല്ല എന്നുള്ളത്. ഈ മുസ്ലിംസിൻ്റെയും ഹിന്ദുസിൻ്റെ ഒരു ഗുണമായിട്ട് അങ്ങനെ ഉയർന്ന ധാർമ്മിക ബോധമാണ്. ഈ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും ഇതെല്ലാം മോളുന്ന ഒരാൾ കാണുന്നുണ്ടല്ലോ തോന്നുന്നുണ്ട്. അതിന് വേറെ ഹിന്ദു മതത്തിലും അതുപോലെ തന്നെ ഇസ്ലാം മതത്തിൽ ഇതിന് വേറെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, നമ്മൾ ചെയ്യുന്ന ദുഷ്കർമ്മത്തിൽ. അപ്പോൾ ഹിന്ദു മതം അത് കർമ്മം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇസ്ലാമിലാണെങ്കിൽ അവസാനം മാഷറ കൂടിയിട്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് മൊത്തം ശിക്ഷ കൊടുത്തിട്ടേ അയക്കുള്ളൂ. വേറെ എന്തെങ്കിലും വഴിയിലൂടെ നമുക്ക് പശ്ചാത്താപം കാണിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല ഈ രണ്ട് മതത്തിൽ. അതിൻ്റെ ഒരു ഗുണമുണ്ട്, കുറച്ച് ധാർമ്മിക ബോധം കൂടുതലാണ് ഈ രണ്ട് കമ്മ്യൂണിറ്റി. ഈ രണ്ട് കമ്മ്യൂണിറ്റി നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആഫ്റ്റർ ഓൾ ഒരാൾ മോളിന്ന് കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഫീല് അതിശക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.